Third question. Avya, Midansh and Praveen were partners in a firm. On 31st March 2023, the firm was dissolved. Creditors took over furniture of book value of rupees 50,000 at rupees 45,000 in part settlement of their amount of 60,000. The balance amount was paid to them through check. The amount paid through check will be. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണുള്ളത്? ക്രെഡിറ്റേഴ്സ് amount due to creditors 60,000. Due to creditors 60,000. ഈ 60,000 കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സിന് എന്താണ് കൊടുത്തിരിക്കുന്നത്? Creditors took over furniture of book value of 50,000 at rupees 45,000. ഫർണിച്ചർ 50,000 ബുക്ക് വാല്യൂ ഉള്ളത്, അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ 45,000 ആണ്. അപ്പൊ 60,000 കൊടുക്കേണ്ട ക്രെഡിറ്റേഴ്സിന് ഫർണിച്ചർ കൊടുത്തു. ഫർണിച്ചറിന്റെ വാല്യൂ എത്രയുള്ളൂ? 45,000 ഉള്ളൂ. അപ്പൊ ബാലൻസ് ഉള്ള 15,000 ആണ് എന്ത് ചെയ്യേണ്ടത്? ചെക്കായിട്ട് പേയ്മെന്റ് നടത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Piyush, Rajesh and Avinash were partners in a firm sharing profits and losses equally. അപ്പൊ നമ്മുടെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? Piyush, Rajesh and Avinash. അതെ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 1:1:1. Shiva was admitted as a new partner for an equal share. ഇപ്പൊ പുതിയ പാർട്ട്ണർ ആരാണ്? ശിവ. ശിവയുടെ ഷെയർ എത്രയാണ്? ഈക്വൽ ഷെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പുതിയത് എത്രയായിട്ട് മാറും? 1:1:1:1. Shiva bought his share of capital and premium for goodwill in cash. The premium for goodwill amount will be divided among. ഈ പുതിയ പാർട്ട്ണർ ആയിട്ടുള്ള ശിവ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പ്രീമിയം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സിന് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാല് ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ, ന്യൂ പാർട്ട്നേഴ്സ് ഇൻ ന്യൂ റേഷ്യോ, ന്യൂ പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ, ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സാക്രിഫൈസിംഗ് റേഷ്യോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അഡ്മിഷനില് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ആൻസർ കിട്ടുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസിംഗ് റേഷ്യോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അലക്സ്, ബെൻ ആൻഡ് കോൾ were partners in a firm sharing profits and losses in the ratio 5:3:2. They admitted Donna as a new partner for 1/5 share in future profits. Donna agreed to contribute proportionate capital. On the date of admission, capital of Alex, Ben and Cole after all adjustments were 1,20,000, 80,000 and rupees 1 lakh respectively. The amount of capital brought in by Donna will be. നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സ് എന്ന് പറഞ്ഞാല് 75,000, 60,000, 65,000 ആൻഡ് 70. അപ്പൊ നമുക്കിവിടെ പുതിയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്കിവിടെ ന്യൂ റേഷ്യോ ഇതിനു വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്. അലക്സ്, ബെൻ ആൻഡ് കോൾ.
ഇവരാണ് പാർട്ട്നേഴ്സ്. ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2. പുതിയ പാർട്ട്ണർ ഡോണ. ഡോണയുടെ ഷെയർ എത്രയാണ്? 1/5 ആണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 1 എന്ന് പറയുന്നത് എത്രയാണ്? 5/5 ആണ്. ഇനിയിപ്പോ പുതിയ പാർട്ട്ണറുടെ ഷെയർ നമുക്ക് 1/4 ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4/4 ആയിരിക്കും. ഇനി 1/6 ആണെങ്കിൽ 6/6 ആണ്. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് 1, അതായത് 5/5 എടുത്തു. ഇനി നമുക്ക് ഇവിടെ ഡോണയുടെ ഷെയർ നമുക്കറിയാം 1/5. ഇനി റിമൈനിങ് പ്രോഫിറ്റ് ബാക്കി എത്രയുണ്ട്? ഡോണയ്ക്ക് 1/5 കൊടുത്ത ശേഷം റിമൈനിങ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5/5 മൈനസ് 1/5, ദാറ്റ് ഈസ് 4/5 ആണുള്ളത്. ഈ 4/5 വേണം നമുക്ക് ഈ റേഷ്യോയില് വിധിച്ചു കൊടുക്കാൻ. അപ്പൊ അലക്സിന്റെ ന്യൂ ഷെയർ, അതായത് 4/5 into 5/10, that is 20/50. ഇതുപോലെ തന്നെ നമുക്ക് ബെന്നിന് കണ്ടുപിടിക്കാം. 4/5 into 3/10, 12/50. Then കോളിന്റെ ന്യൂ ഷെയർ എന്ന് പറഞ്ഞാൽ 4/5 into 2/10, that is 8/50. ഇവിടെ നമ്മൾ ഡോണയുടെ ഷെയർ എത്ര എഴുതിയിരുന്നത്? 1/5 ആണ്. ഇതെല്ലാം ഡിനോമിനേറ്റർ 50 ആണ്. അപ്പൊ നമുക്ക് ഈ 1/5 എന്ത് ചെയ്യണം? 50യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 5 50 ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഡോണയുടെ ഷെയർ എത്ര കിട്ടി നമുക്ക്? 10/50. ഇവിടെ നമുക്ക് അപ്പൊ ന്യൂ റേഷ്യോ എത്ര കിട്ടി? ന്യൂ റേഷ്യോ 20:12:8:10. ഇതാണ് നമ്മുടെ ന്യൂ ഷെയർ. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. 10:6:4:5. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി ആകെയുള്ള ക്യാപിറ്റൽ എത്രയാണോ ഉള്ളത്? അലക്സ്, ബെൻ ആൻഡ് കോൾ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷമുള്ളത് 1,20,000, 80,000 and 1 lakh. ക്യാപിറ്റൽ 3 പേരുടെയും കൂടി ക്യാപിറ്റൽ നമുക്ക് നോക്കാം. 1,20,000 plus 80,000 plus 1 lakh. അപ്പൊ നമുക്കിവിടെ 3 lakh കിട്ടി. ഈ 3 lakh ക്യാപിറ്റൽ ഉള്ളത് എത്ര ഷെയറിന് വേണ്ടിയിട്ടാണ്? 10, 6, 4. അപ്പൊ നമുക്ക് എത്ര വരും? 20/25 കിട്ടിയിരിക്കുന്നതാണ് എത്ര? 3 lakh എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അറിയേണ്ടത് എത്രയാണ്? അപ്പൊ നമുക്കിവിടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഉള്ളത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 3 lakh ആണ് ഉള്ളത്. അപ്പൊ ഈ 3 lakh എത്രയിനാ ഉള്ളതാണ്? ഡിവൈഡഡ് ബൈ 20. ഇനി പുതിയ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണല്ലോ. ഇൻറ്റു 5 ചെയ്യണം നമുക്ക്. 20, 30 കഴിയുമ്പോൾ നമുക്ക് 15 കിട്ടി. പുതിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് 15 into 5, 75,000. ആൻസർ കിട്ടുന്നത് 75,000.